പെണ്ണെ എനിക്ക് ധൈര്യം വേണം. മൈക്ക് അങ്ങോട്ട് കൊടുക്കാം. സമയം ഇപ്പോൾ എത്രയായി? 10 മണിയായിട്ടുള്ളൂ. ഹായ് ഹലോ അസ്സാം വലൈക്കും. ഞങ്ങൾ കൊടൈക്കനാൽ വിട്ട് പൊള്ളാച്ചി വരെ എത്തി ഗൈസ്. ഞങ്ങൾ വഴിയോര തട്ടുകട കയറിയിട്ട് ഞങ്ങളൊരു ദോശയും ഇഡലിയും രാവിലെ കഴിച്ചു. സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി കോയമ്പത്തൂരോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ വണ്ടിയുടെ സാധനങ്ങളൊക്കെയാണ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോകുമ്പോൾ മൗലാന മുഹമ്മദ് അലി മാർക്കറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. നമുക്ക് കട തപ്പി കിട്ടിയെന്നൊക്കെയാണ് പറയുന്നത്. ഓപ്പൺ ചെയ്യുന്നതേ ഉള്ളൂ. ഓപ്പൺ ചെയ്യുന്നത് വരെ കാത്തിരിക്കാം. ഞങ്ങൾ വന്നത് സോ ഫാസ്റ്റ് ആയതുകൊണ്ട് കട ഒക്കെ തുറക്കുന്നതേ ഉള്ളായിരുന്നു ഗൈസ്. അപ്പം 245 നമ്പറാണ് കേട്ടോ കട. എല്ലാവരും വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ പർച്ചേസ് ചെയ്യുന്നതിന്റെ സാധനത്തിന്റെ എല്ലാം ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇടുന്നുണ്ട്, എല്ലാവരും കാണാൻ മറക്കരുത്. പെട്ടെന്ന് ഞങ്ങളുടെ കയ്യിലോട്ട് 2 പൊതി കൊണ്ടുതന്നേ. ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പെട്ടെന്ന് തന്നെ തുറക്കുമല്ലേ. ഈ പൊതി കാണുമ്പോൾ നമ്മൾ എന്തായാലും പെട്ടെന്ന് തുറക്കും. തുറക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ കടിച്ചും മറിച്ചും ഒക്കെ പൊടിച്ച് നോക്കി. ഈ ലഡു ഇല്ലേ, ലഡുവിന്റെ ഒരു സ്വീറ്റ് സാധനം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരമായിരുന്നു. എനിക്ക് പിന്നെ മധുരത്തിനോട് നല്ല താല്പര്യം ആയതുകൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ കഴിച്ചു ഗൈസ്. നല്ല രീതിയിൽ കഴിച്ചു. പിന്നെ ഞങ്ങൾക്ക് കൊണ്ടു തന്നു. ഞങ്ങൾ പറഞ്ഞു എൻ്റെ പൊന്നെണ്ണ ഞങ്ങൾക്ക് വേണ്ടാന്ന്. അങ്ങനെ അതുകൊണ്ടാണ് അണ്ണൻ അവിടെ നിന്ന് വേറൊരാൾ പറയുന്നത്, അയ്യോ എനിക്ക് കിട്ടില്ല. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെണ്ണ ഇവിടെ ഇരിപ്പുണ്ട്. അണ്ണനോട് നീ പറ. സാധനങ്ങളെല്ലാം വാങ്ങിച്ച് അവരോട് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ടർ മെഷീനോടല്ലേ ഉള്ളൂ. മൈക്ക് അങ്ങോട്ട് കൊടുക്കാം, അത് നല്ലത്. നമ്മൾ ഇവിടെ നിന്നും മടങ്ങാൻ പോവുകയാണ്. മടങ്ങിയിട്ട് എന്തെങ്കിലും തിന്നിട്ട് ഞങ്ങളുടെ നമ്മൾ സാധനം വാങ്ങിച്ച കടയിൽ നിന്ന് ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ ഒരു നല്ല ബിരിയാണി കട ഉണ്ടെന്ന്. അങ്ങനെ ബിരിയാണി കട തപ്പിപ്പിടിച്ച് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആബിദ ഹോട്ടൽ കാണി. നല്ല തിരക്കുള്ള കടയായതുകൊണ്ട് കുറച്ച് ലേറ്റായി ഫുഡൊക്കെ വരാൻ. ഞാൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ പറഞ്ഞത്. ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ അവർ ബിരിയാണി പറഞ്ഞു, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി ഒക്കെ പറഞ്ഞു. എല്ലാം ഒന്നിനൊന്ന് വെച്ചായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ എനിക്ക് ഫ്രൈഡ് റൈസ് കിട്ടിയപ്പോഴത്തേനും എല്ലാവരും അതിൽ നിന്ന് പിച്ചി എടുത്തു. ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിരുന്നു. അതുപോലെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പാലക്കാട് നിന്നും നമ്മൾ തൃശ്ശൂരോട്ട് പോകുമ്പോൾ ഹൈവേയിൽ മറ്റേ കുതിരൻ ടണൽ എന്ന് പറയുന്ന ടണലുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്, നേരിട്ട് കാണുന്നത്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ മണാലിയിൽ പോയപ്പോഴത്തേനും അട്ടാൾ ടണൽ എന്നൊരു ടണലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങളെല്ലാവരും കയറി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. നിനക്കെപ്പോഴും തിന്നുന്ന കാര്യമേ ഉള്ളൂ പറയാനെന്ന് പറഞ്ഞ ആളാണ്. എങ്ങനെ ഇരിക്കും കണ്ടില്ലേ, എന്നെ കുറ്റം പറഞ്ഞിട്ട് തിന്നുന്നു. അങ്ങനെ ഞങ്ങൾ ചാലക്കുടി എത്തിയിട്ട് ബാംഗ്ലൂർ ജ്യൂസി ആൻഡ് ഫുഡിൽ കയറി. നമ്മുടെ ചുങ്കത് ജ്വല്ലറിയുടെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ചുങ്കത് ജ്വല്ലറി നേരിട്ട് കാണുന്നത്, പരസ്യത്തിൽ കാണുന്നതല്ലാതെ. ഞങ്ങൾ അവിടെ നിന്ന് കയറി ഷെയ്ക്കൊക്കെ ആട്ടോ ഓർഡർ ചെയ്ത്. ഷെയ്ക്ക്, ഫലൂഡ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. പിന്നെ അവിടെ ചിക്കൻ്റെ റോളും ഉണ്ടായിരുന്നു, അതും പറഞ്ഞു. പക്ഷെ സാധനത്തിന് നല്ലപോലെ വെയിറ്റ് ചെയ്ത് കാമായിട്ട് കൂളായിട്ട് ഇരിക്കണമായിരുന്നു. ഞങ്ങൾ കൂളായിട്ടും കാമായിട്ടും ഒക്കെ കാത്തിരുന്ന് ഞങ്ങൾക്ക് ഷേക്കും കൊണ്ട് വന്നു കേട്ടോ. ഞങ്ങൾ ഷേക്കൊക്കെ കുടിച്ചിട്ട് അവിടെ ഇരുന്ന് ചില്ലായിട്ട് ചില്ലായിട്ട് നിന്നു. അങ്ങനെ പാത്തുൻ്റെ ഷേക്ക് മാറിപ്പോയത് ഞങ്ങൾക്ക് തന്നെ കേട്ടോ, അവക്കല്ല, ഞങ്ങൾക്കാണ് മാറിപ്പോയത്. ഞങ്ങളുടെ അടുത്തത് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്. അപ്പോൾ ഇവരുടെ ഫലൂഡ വരാൻ താമസിച്ചുകൊണ്ട് അക്ക വന്ന് എല്ലാവരെയും ടേസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് പറയായിരുന്നു. എന്നെ വണ്ടി പഠിപ്പിച്ചിരുന്നെങ്കിലോ ലൈസൻസ് എടുത്തല്ലേ? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അങ്ങനെ അവിടുന്ന് ഒരു ചിക്കൻ റോളും കൂടെ കഴിച്ചിട്ട് അവിടുന്ന് മടങ്ങി ഗൈസ്. അവിടുന്ന് യാത്രയായി. നല്ല ചിക്കൻ റോളായിരുന്നു, ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ തന്നെ വന്നു കേട്ടോ. അതാണ് ബാക്കി വീഡിയോസൊന്നും കാണുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ഇൻഷാ അള്ളാ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.